യു കോൺഫറൻസിന് പോകാനായി റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ എപ്പോഴാണ് പോകുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഷിയെ മെസ്സേജ് അയച്ചത്. അവൾ എങ്ങനെ ഈ വിവരം അറിഞ്ഞു എന്ന് അവൻ ചോദിക്കുന്നു. ഷുയി പറഞ്ഞ് അറിഞ്ഞതാണ് എന്ന് അവൾ പറഞ്ഞപ്പോൾ ഞാൻ പുറപ്പെടാൻ തയ്യാറാവുകയാണെന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് തന്നെ ഫോൺ താഴെ വയ്ക്കുന്നു. താൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരം അവൾ പറയുന്നില്ല. അവൾ ആർക്കാണ് മെസ്സേജ് അയക്കുന്നത് എന്ന് അവളുടെ എക്സ്പ്രഷൻ ശ്രദ്ധിച്ച ഗുവാൻജി ചോദിച്ചെങ്കിലും അവളൊന്നും വിട്ടു പറയുന്നില്ല. അവൾക്ക് ആരോട് ഇഷ്ടമുണ്ട് എന്ന് മാത്രം അവൻ മനസ്സിലാക്കുന്നു. ഒരു ഗെറ്റ് ടുഗദറിന് പോയ ഷിയാൻ ഈ സമയം ഇയങ്ങുമായി മീറ്റ് ചെയ്യുന്നുണ്ട്. കാറിലിരുന്ന് ബോറടിച്ച ഷുയി ഫോൺ എടുത്ത് ബ്ലൂടൂത്ത് കാറിൽ കണക്ട് ചെയ്ത് അവൾക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ തുടങ്ങുന്നു. ഷിയാൻ്റെ ചേച്ചി പാടിയ പാട്ടാണ് അവൾ പ്ലേ ചെയ്തത്. ഈ പാട്ടുകൾ ഷിയാനും ഇഷ്ടമാണ് എന്ന് ഡ്രൈവർ അവളോട് പറയുന്നുണ്ട്. കോൺഫറൻസ് നടക്കുന്ന സ്ഥലത്ത് ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൾ അവന് മെസ്സേജ് അയച്ചെങ്കിലും റിപ്ലൈ ഒന്നും കിട്ടുന്നില്ല. അവൾ എത്തിയ വിവരം ഷെൻജ് എന്ന് പറഞ്ഞപ്പോഴാണ് അവൻ അറിയുന്നത്. ഇയങ്ങനും വേറെ കുറച്ച് ബിസിനസ്സുകാർക്കും ഒപ്പം ഡിന്നർ കഴിക്കുകയായിരുന്നാൽ അവനപ്പോൾ പോകാൻ പറ്റുമായിരുന്നില്ല. ഇയാങ്ങും അവനും ഇടയിലുള്ള പ്രശ്നത്തെക്കുറിച്ച് അവിടെ ഇരിക്കുന്നവർക്കൊക്കെ നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അവരെ രണ്ടുപേരെയും ഒരേ ടേബിളിൽ കണ്ടത് വളരെ അത്ഭുതപ്പെടുത്തുന്നു എന്ന രീതിയിലാണ് അവർക്ക് സംസാരിച്ചത്. ആദ്യം അവർ രണ്ടുപേരും അതിനോടൊന്നും പ്രതികരിക്കുന്നില്ല. ആവശ്യത്തെക്കുറിച്ച് തന്നെ ചർച്ച നീണ്ടുപോയപ്പോൾ തങ്ങൾക്ക് രണ്ടുപേർക്കും അതൊരു പ്രശ്നമല്ല എന്ന രീതിയിലാണ് രണ്ടുപേരും മറുപടി നൽകിയത്. ഇടയ്ക്ക് ചാൻസ് കിട്ടിയപ്പോൾ ഇയങ് അവൻ്റെ തൊട്ടടുത്ത സീറ്റിൽ വന്നിരിക്കുന്നു. ഷിയാൻ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ലീലാൻഡ് ടെക്നോളജിയെക്കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ലീഡറായ ഷെന്നിന് കാര്യശേഷിയില്ല. അതുകൊണ്ട് തൻ്റെ കമ്പനി തന്നെ ഒന്നാമതെത്തുമെന്ന രീതിയിലാണ് അവൻ സംസാരിച്ചത്. ഷിയാൻ അതിന് പ്രത്യേകിച്ച് മറുപടിയും നൽകുന്നില്ല. ഷിയാൻ എവിടെയാണ് എന്നറിയാതെ ഷുയി സമയത്തൊക്കെ അവന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് നന്നായി വിശപ്പ് തുടങ്ങിയിരിക്കുന്നു. സഹിയിട്ട് അവസാനം അവൾ തനിച്ച് ഫുഡ് കഴിക്കാൻ പോകാൻ തീരുമാനിക്കുന്നു. അതും പറഞ്ഞ് അയച്ച മെസ്സേജ് അവൻ കാണുന്നുണ്ട്. തിരക്കായിപ്പോയത് കൊണ്ടാണ് റിപ്ലൈ നൽകാൻ കഴിയാത്തത് എന്ന് മെസ്സേജ് ഇട്ടിട്ട് അവൻ വേഗം അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. ഇത്ര നേരത്തെ പോവുകയാണോ എന്ന് അവിടെയുള്ളവർ ചോദിച്ചപ്പോൾ ഒരു അത്യാവശ്യ കാര്യമുണ്ട്, പോയിട്ട് തിരികെ വരാമെന്ന് പറഞ്ഞാണ് അവൻ പോയത്. വണ്ടിയിൽ ഇരുന്നുകൊണ്ട് അവൻ അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നു. തിരക്കുള്ള ഒരു തെരുവിൽ ഫുഡ് വാങ്ങാൻ നിൽക്കുകയായിരുന്നു അവൾ ആ സമയത്ത്. പക്ഷേ അവനോടുള്ള ദേഷ്യം കാരണം ഞാൻ എൻ്റെ ലൈഫ് എൻജോയ് ചെയ്യാൻ എന്ന് മാത്രം പറഞ്ഞിട്ട് അവൾ കോൾ കട്ട് ചെയ്യുന്നു. ഫോണിലൂടെ പുറകിലെ ബഹളം കേൾക്കുന്നതിനാൽ അവൾ എവിടെ ആയിരിക്കണം എന്നവൻ ഊഹിക്കുന്നുണ്ട്. ഈ സമയത്ത് തെരുവിലുണ്ടായിരുന്ന കുറച്ചുപേർ അവളുടെ അടുത്തേക്ക് ചെന്ന് ശല്യം ചെയ്യാൻ തുടങ്ങുന്നു. അവളുടെ കയ്യിൽ പിടിച്ച് അവളെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോകാനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട്. അവൾ ഒഴിഞ്ഞു മാറാൻ നോക്കിയിട്ടൊന്നും അവർ വിടാനുള്ള ഭാവമില്ല. അതിലൊരുത്തൻ അവളുടെ കയ്യിൽ കയറി പിടിച്ച് ബലമായി കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഷിയാൻ അവിടെ എത്തി അയാളുടെ കൈ പിടിച്ച് മാറ്റിയത്. അപ്പോൾ തന്നെ അവൻ അയാളെ നന്നായി വേദനിപ്പിക്കുന്നതിനാൽ കൂടുതൽ നിൽക്കാതെ അവർ വേഗം അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അവനൊന്നും പറയാതെ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുന്നു. ഹോട്ടലിലെ ലിഫ്റ്റിന് മുന്നിലെത്തിയപ്പോൾ അവൾ കൈ വലിച്ചെടുത്തിട്ട് അവന് ദേഷ്യപ്പെടുന്നു. തനിച്ച് പുറത്തു പോയത് എന്തിനാണെന്ന് ചോദിച്ച് അവനും ദേഷ്യപ്പെടുന്നുണ്ട്. അത്രയും സമയം മെസ്സേജ് അയച്ചിട്ട് അവൻ നോക്കാതിരുന്നതിൻ്റെ ഫുഡ് കഴിക്കാൻ വരാതിരുന്നതിൻ്റെ ഒക്കെ പരാതി ദേഷ്യത്തിൽ പറഞ്ഞിട്ടാണ് അവൾ ലിഫ്റ്റിലേക്ക് കയറിയത്. ഫുഡ് വാങ്ങിക്കാൻ പുറത്തു പോകുമ്പോൾ ഇത്ര നല്ല ഡ്രസ്സ് ധരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ലിഫ്റ്റിൽ നിൽക്കുമ്പോൾ അവൻ ചോദിക്കുന്നു. നീ അതിനും എനിക്ക് റെസ്ട്രിക്ഷൻ ഉണ്ടോ എന്നവൾ ചോദിച്ചപ്പോൾ നീ എത്ര സുന്ദരിയാണെന്ന് നിനക്കറിയില്ല എന്നവൻ ചോദിക്കുന്നു. അത് കേട്ടതോടെ അവളുടെ ദേഷ്യമൊക്കെ തീരുന്നുണ്ട്. നിനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് കൊഞ്ചലോട് ചോദിച്ചുകൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിൽ തൊടുന്നു. അത് തനിയെ ഫീൽ ചെയ്ത് അറിയാൻ പറഞ്ഞ് അവൻ അവളെ ഒന്നുകൂടി അടുത്തേക്ക് തിരിച്ചെടുത്തിട്ട് കിസ് ചെയ്യുന്നു. ലിഫ്റ്റിലായതുകൊണ്ട് പെട്ടെന്ന് അവൻ പിന്മാറുന്നുണ്ട്. അപ്പോഴേക്കും ഡോർ തുറക്കുകയും ചെയ്യുന്നു. പുറത്ത് ആൾ നിൽക്കുന്നുണ്ട്. അവൾ വേഗം ഇറങ്ങി ഓടുന്നു. അവളുടെ റൂം കഴിഞ്ഞ് മുന്നോട്ട് പാസ് ചെയ്ത് പോകുന്നത് കണ്ട് അവൻ പുറകിൽ നിന്ന് വിളിച്ചപ്പോഴാണ് അവൾക്ക് പരിസരബോധം പോലും വന്നത്. ഇത്രയ്ക്ക് ആബ്സെന്റ് മൈൻഡ് ആവാൻ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ ലിഫ്റ്റിൽ വെച്ച് ശരിക്കും കിസ് ചെയ്തതാണോ സ്വപ്നം കണ്ടതാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഒന്നുകൂടി ചെയ്ത് നോക്കാമോ എന്നവൾ ചോദിക്കുന്നു. അവൻ പക്ഷേ അതിന് തയ്യാറാകുന്നില്ല. അവളെ റൂമിലേക്ക് പിടിച്ച് കയറ്റിയിട്ട് അവൻ തിരികെ പോകാൻ തുടങ്ങുന്നു. അവൾ വീണ്ടും ഒന്നുകൂടി ചോദിച്ചു നോക്കുന്നുണ്ടെങ്കിലും പോയിക്കൊണ്ട് ഉറങ്ങാൻ പറഞ്ഞിട്ട് അവൻ പോകുന്നു. അവൻ താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഷിയെ അവൻ്റെ മുന്നിൽ ചെന്നപ്പെടുന്നു. അവൾ അങ്ങോട്ടേക്ക് വരുന്ന കാര്യം അവനോട് പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഈ ഫീൽഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് കൂടുതൽ പഠിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഗുവാൻജിയുടെ കൂടെയാണ് വന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ കൂടുതലൊന്നും പറയാതെ മുന്നോട്ട് പോകുന്നു. അവൻ വഴക്ക് പറയുമെന്ന് പേടിച്ചു നിന്നിരുന്ന അവൾ ഇത്രയേ ഉള്ളായിരുന്ന കാര്യം എന്ന് ആശ്വസിക്കുന്നുണ്ട്. എൻ്റെ നീസ് ഇവിടെ എത്തിയിട്ടുണ്ട്, പരിചയപ്പെടാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ച് ഷിയാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഷുയിക്ക് മെസ്സേജ് അയക്കുന്നു. അവൻ്റെ നീസ് ഷിൻ ആണെന്നാണല്ലോ അവൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തമ്മിൽ മീറ്റ് ചെയ്താൽ ആ കുഴപ്പമാകുമല്ലോ എന്ന് കരുതി ഞാനിതുവരെ അതിന് റെഡി ആയിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ വേണ്ട എന്നവൾ റിപ്ലൈ നൽകുന്നു. റുവോയും അതേ ഹോട്ടലിൽ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഗുവാൻജി സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ പേരും റൂം നമ്പറും ഒക്കെ അവൾക്ക് മെസ്സേജ് കൊടുത്തിട്ട് അവിടെ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് അറിയിച്ചപ്പോൾ അവൾ അവനെ കാണാനേ പുറപ്പെടുന്നു. അവൾ പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഗുവാൻജി ഷിയയ്ക്കൊപ്പം സംസാരിച്ചു കൊണ്ടുവരുന്നതാണ് കണ്ടത്. അവരുടെ റിലേഷനെ പറ്റി അറിയാത്തത് കൊണ്ട് അവൻ്റെ ചുറ്റും എപ്പോഴുമുള്ള പെൺകുട്ടികളെ പോലെയാണ് എന്ന് തെറ്റിദ്ധരിച്ച് അവൾ അവനെ കാണാതെ തിരികെ പോകുന്നു. ആ സമയത്താണ് ഷുയി അവളുടെ ഫോണിലേക്ക് വിളിച്ചത്. അവളും അവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് റുവ അവളുടെ റൂമിലേക്ക് ചെല്ലുന്നു. ഷിൻ അവിടെ വന്നിട്ടുള്ള വിവരം ഷുയി അവളോട് പറയുന്നു. അവളും ഇതേ ഹോട്ടലിൽ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഇതിനിടയിൽ എപ്പോഴെങ്കിലും തമ്മിൽ കാണുമോ, ഷിയാൻ സത്യങ്ങളെല്ലാം അറിയുമോ എന്നൊക്കെ പറഞ്ഞ് അവൾ ടെൻഷൻ അടിച്ചപ്പോൾ ഇത്ര വലിയ ഹോട്ടലല്ലേ, തമ്മിൽ കാണാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് പറഞ്ഞ് റുവോ സമാധാനിപ്പിക്കുന്നു. റുവോ കാണാൻ വന്നിട്ട് തിരികെ പോയി വിവരം അറിയാതെ ഗുവാൻജി ഇപ്പോഴും അവളെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. കുറേ സമയം കഴിഞ്ഞിട്ട് അവളുടെ റിപ്ലൈ ഒന്നും കിട്ടാത്തത് കൊണ്ടും അവൾ വരാത്തത് കൊണ്ടും ഒക്കെ അവൻ നിരാശനാകുന്നു. യുവും അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. ഷിയയുടെ കാര്യത്തിൽ അവൻ ഇപ്പോഴും ആകെ കൺഫ്യൂഷനിലാണ്. അവളോട് ചെറിയ താല്പര്യമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു റിലേഷൻ ശരിയാക്കുമെന്ന് സംശയമുള്ളത് കൊണ്ട് അവനായിട്ട് മുൻകൈ എടുക്കുന്നില്ല. ഷിയാൻ ഷുയിയെ ഹോട്ടലിൽ കൊണ്ടാക്കിയിട്ട് വീണ്ടും പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് പോയിരുന്നു. അവൻ അവിടെ നിന്ന് തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ ഇയങ് അവൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ബിസിനസ്സിൽ ശത്രുക്കൾ എന്ന രീതിയിലാണ് നിൽക്കുന്നതെങ്കിലും അവസരം കിട്ടിയാൽ ഭാവിയിൽ അവനോട് ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട് എന്ന് ഇയങ് അറിയിക്കുന്നു. തിരികെ കാറിൽ ഈ സമയത്ത് തിരികെ വരികയാണെന്ന് പറഞ്ഞ് ഷിയാൻ ഷുയിക്ക് മെസ്സേജ് അയക്കുന്നു. അവൻ നീസിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചാലെന്ന് പഠിച്ച് ഞാനിപ്പോൾ ഉറങ്ങാൻ പോവുകയാണ്, നാളെ രാവിലെ തമ്മിൽ കാണാം എന്നവൾ റിപ്ലൈ നൽകുന്നു. ഷിയാൻ റൂമിലെത്തി കഴിഞ്ഞപ്പോൾ ഗുവാൻജിയും യുവും അവനെ മീറ്റ് ചെയ്യാൻ എത്തുന്നു. ഈ എങ്ങനെ കണ്ടതും സംസാരിച്ചതുമൊക്കെ ഷിയാൻ അവരോട് പറയുന്നുണ്ട്. സംസാരത്തിനിടയിൽ അവൻ പലതവണ പരിസരം പോലും മറന്ന് ചിരിച്ചുകൊണ്ട് ഫോണിൽ റിപ്ലൈ നൽകുന്ന കണ്ട് റിലേഷൻഷിപ്പിലായോ എന്നവൾ ചോദിക്കുന്നു. റിലേഷനിലായ വിവരം അവൻ സമ്മതിക്കുന്നു. പക്ഷേ ഗേൾ ഫ്രണ്ട് ആരാണെന്ന് പറയുന്നില്ല. അവൾക്കും കൂടി താല്പര്യമുള്ളപ്പോൾ മാത്രമേ റിലേഷൻ പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നാണ് അവൻ പറയുന്നത്. അവർക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നും അവൻ ചോദിക്കുന്നു. റിലേഷനിലാകാൻ എനിക്ക് താല്പര്യമുള്ള ആൾക്ക് എന്നോട് താല്പര്യമില്ല, എന്നോട് താല്പര്യമുള്ള ആൾ എനിക്ക് ശരിയാവുകയുമില്ല എന്ന് യു പറയുന്നു.
ഗുവാഞ്ചിയാണെങ്കിൽ ലവ് ലൈഫ് ശരിയാവാത്തതിന് നിരാശയാണ് പ്രകടിപ്പിച്ചത്. അവസാനം യു അവനെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകേണ്ടി വരുന്നു. അടുത്ത ദിവസം രാവിലെ ഷുയി റെഡിയായി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഷിയാൻ അവൻ്റെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. അവൻ്റെ നീസ് കൂടില്ലാത്തതിനാൽ അവൾ ആശ്വസിക്കുന്നു. കോൺഫറൻസ് അറ്റൻഡ് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ആണ് വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവിടെ വെച്ച് അവളെ കാണേണ്ടി വരുമെന്നോർത്ത് അവളാകെ ടെൻഷനാകുന്നുണ്ട്. അവൻ്റെ കൂടെ കാറിലിരിക്കുമ്പോഴും അവൾ അതിൻ്റെ ടെൻഷനിലായിരുന്നു. അവളാകെ ടെൻഷൻ അടിക്കുന്നത് കണ്ട് എന്ത് പറ്റിയെന്ന് അന്വേഷിക്കുന്നുണ്ട്. ടയർഡാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ തോളിലേക്ക് ചാരി കിടക്കുന്നു. ഈ സമയത്താണ് അവൾ കോൺഫറൻസിനെത്തിയ വിവരം ഷെൻ പറഞ്ഞറിഞ്ഞ ഞാൻ അവളുടെ ഫോണിലേക്ക് വിളിച്ചത്. നീ അച്ഛൻ്റെ കൂടെ കറങ്ങാൻ പോകുന്നു പറഞ്ഞിട്ട് ചിപ്പ് കോൺഫറൻസിന് പോയത് ഞാൻ അറിഞ്ഞില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. ഷിയുടെ ഫോണിലെ ബ്ലൂടൂത്ത് കാറിൽ കണക്ട് ചെയ്തിരുന്നല്ലേ അതിലെ സ്പീക്കറിലൂടെ ഷിയാനും അത് കേൾക്കുന്നു. ബോയ് ഫ്രണ്ടായി തന്നെ അവൾ അച്ഛനാക്കിയത് കേട്ട് അവന് നമ്പരക്കുന്നു. എൻ്റെ കൂടെയാണ് വന്നതെന്ന് പറയാൻ ഇത്ര നാണക്കേടാണോ എന്നവൻ ചോദിക്കുന്നുണ്ട്. ഷുയി ആകെ ഐസായിരിക്കുകയാണ്. ഒരു നാണക്കേടുമില്ല എന്ന് പറഞ്ഞ് അവൾ പതുക്കെ അവൻ്റെ തോളിൽ നിന്നൊക്കെ എഴുന്നേറ്റ് മറുവശത്തേക്ക് ചാറ്റിയിരിക്കുന്നു. എങ്ങനെയെങ്കിലും ആ വണ്ടിയിൽ നിന്ന് ഒന്ന് ഇറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ള അവസ്ഥയിലാണ് അവൾ ഇപ്പോൾ. അത് കണ്ടപ്പോൾ അവന് ചിരി വരുന്നുണ്ട്. കോൺഫറൻസ് നടക്കുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരുമിച്ച് പോകുന്ന ഷിൻ കണ്ടല്ലോ എന്ന് കരുതി എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെയുണ്ട്, ഞാൻ അവൾക്കൊപ്പം വന്നോളാമെന്ന് പറഞ്ഞ് അവൾ അവനെ പറഞ്ഞേക്കുന്നു. തനിച്ചക്കത്തേക്ക് ഇന്ന് കുറച്ചൊക്കെ ചുരുത്തി കഴിഞ്ഞപ്പോൾ ഷിൻ അവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇനിയിപ്പോൾ അവൾ വരില്ലായിരിക്കുമെന്ന് കരുതി ഷിയെ ആശ്വസിക്കുന്നു. ആ സമയത്താണ് ഷിയെ അവളുടെ അടുത്തേക്ക് ചെന്നത്. അച്ഛനൊപ്പം പോവുകയാണെന്ന് പറഞ്ഞ് ഇവിടേക്ക് വന്നത് എന്താണെന്ന് അവളും ചോദിക്കുന്നു. അച്ഛൻ്റെ കൂടെയുള്ള കറക്കമൊക്കെ കഴിഞ്ഞു, കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാമല്ലോ എന്ന് കരുതി വന്നതാണ് എന്ന് അവൾ പറയുന്നു. ഞാനും അങ്ങനെ പഠിക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് വന്നിരിക്കുന്നത് എന്ന് ഷിയെ പറഞ്ഞപ്പോൾ എന്തായാലും അവളെ കണ്ടത് നന്നായി, എന്നാൽ പിന്നെ ഇതിൻ്റെ റിപ്പോർട്ടൊക്കെ അവളെ കൊണ്ട് തന്നെ എഴുതിപ്പിക്കാമെന്ന് കരുതി ആ ജോലി ഷിയെ അവളെ ഏൽപ്പിക്കുന്നു. വെറുതെ ഇവളുടെ മുന്നിൽ വന്ന് പെടേണ്ടിയിരുന്നില്ല എന്ന അവസ്ഥയിലായി ഷിയെ. അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ യു അവിടെ അങ്ങനെ ഉണ്ടോ എന്നാണ് അവൾ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവസാനം അവനെ കണ്ടപ്പോൾ ഞാൻ പുറകെ വന്നോളാം, ആദ്യം അകത്തേക്ക് പോയിക്കോളാൻ ഷിയയോട് പറഞ്ഞിട്ട് ഷിയെ അവൻ്റെ അടുത്തേക്ക് പോകുന്നു. പ്രതീക്ഷിക്കാതെ അവളെ അവിടെ കണ്ടപ്പോൾ എന്താണ് അവിടേക്ക് വന്നത് എന്ന് അവൻ അന്വേഷിക്കുന്നു. അവനെ അന്വേഷിച്ച് വന്നതാണെന്ന് ആദ്യം പറഞ്ഞെങ്കിലും കുറച്ച് കാര്യങ്ങൾ കണ്ടു പഠിക്കാമല്ലോ എന്ന് കരുതി വന്നതാണെന്ന് അവൾ മാറ്റി പറയുന്നു. ഗുവാഞ്ചിയുടെ കൂടെയാണ് അവൾ വന്നത്. അവർ നല്ല ഫ്രണ്ട്സ് ആണെന്നൊക്കെ അറിഞ്ഞപ്പോൾ യു പിന്നെ അവളോട് അധികം സംസാരിക്കാതെ ഒഴിഞ്ഞു മാറിപ്പോകുന്നു. ഗുവാഞ്ചിയുടെ ഫ്രണ്ട്സിനെ കുറിച്ച് അവന് മാത്രം നല്ല അഭിപ്രായമാണെന്ന് തോന്നുന്നില്ല. റുവയെ അവിടെ വെച്ച് കണ്ടപ്പോൾ ഗുവാഞ്ചി അടുത്തേക്ക് ചെന്ന് സംസാരിക്കുന്നുണ്ട്. അവൾ പക്ഷേ കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ പെട്ടെന്ന് തന്നെ ഒഴിഞ്ഞു മാറിപ്പോകുന്നു. ഷിയാൻ കോൺഫറൻസ് ഹാളിൽ ചെന്നിരുന്ന ശേഷമാണല്ലോ ഷുയി അവിടേക്ക് ചെന്നത്. അവൾ വരുന്ന കണ്ട് അവൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അതേസമയത്ത് തന്നെ അവളെ കണ്ടുകൊണ്ട് യുവും ഇയങ്ങും അടുത്തേക്ക് വരുന്നുണ്ട്. മൂന്നുപേരും കൂടി ഒരേപോലെ മുന്നിൽ വന്നപ്പോൾ ഷുയി ആകെ വെട്ടിലാകുന്നു. ഷിയാനാണെങ്കിൽ മറ്റു രണ്ടുപേരെയും വളരെ രൂക്ഷമായി നോക്കുകയാണ്. എനിക്കൊപ്പം ബസ്ട്രോയിൽ വന്നിരിക്കാൻ മൂന്നുപേരും ഒരേപോലെയാണ് അവളോട് പറഞ്ഞത്. എന്ത് മറുപടി നൽകണമെന്ന് അറിയാതെ അവൾ ആദ്യം ഒന്ന് കൺഫ്യൂഷനായെങ്കിലും എന്നെ ഇൻവൈറ്റ് ചെയ്ത് ഷിയാനാണ്, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനൊപ്പം ഇരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ കൂടെ പോകുന്നു. ഷുയിക്കുള്ള പരീക്ഷണം അത് കഴിഞ്ഞും തീരുന്നില്ല. മുൻസിലിൽ ചെന്ന് വെറുതെ കുറച്ച് സമയം ഇരുന്നപ്പോൾ ഒരു കോഫി കുടിക്കാൻ പോകാമെന്ന് കരുതി അവൾ എഴുന്നേറ്റാണ്. പക്ഷേ അവൾ അക്കാര്യം ഷിയാനോട് പറയുന്നത് കേട്ടുകൊണ്ട് തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്ന യു അവൾക്ക് കമ്പനി എടുക്കാൻ കൂടെ ചെല്ലാൻ തയ്യാറാക്കുന്നു. ഷുയി എന്ത് മറുപടി പറയാം എന്നറിയാൻ വേണ്ടി ഷിയാനൊന്നും അറിയാത്ത മട്ടിൽ ഫോൺ എടുത്ത് അത് നോക്കിയിരിക്കാൻ തുടങ്ങുന്നു. ഷുയി പിന്നെയും മുൾമുനയിൽ നിൽക്കുന്ന അവസ്ഥയിലായി. അവൾ പെട്ടെന്നൊരു ക്ഷീണം അഭിനയിച്ച് അവിടെ തന്നെ ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞ് പോയിക്കോളാം എന്ന് പറയുന്നു. ഇപ്പോൾ യുവിന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനാൽ അവന് അവൾക്കും കൂടിയുള്ള കോഫി വാങ്ങി വരാമെന്ന് പറഞ്ഞ് തനിച്ചു പോകുന്നു. ഞങ്ങൾക്കിടയിൽ നീ വിചാരിക്കുന്ന പോലെ വലിയ അടുപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ ഒരുവിധം ഷിയാനെ തണുപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് അവളുടെ തൊട്ടടുത്ത സീറ്റിൽ ഇരുന്ന ആളിനെ റിക്വസ്റ്റ് ചെയ്ത് മാറ്റിയിട്ട് ഇയങ് അവിടെ നിന്നിരുന്നത്. ചെകുത്താനും കടലിനിടയിൽപ്പെട്ട അവസ്ഥയിലായി അവൾ വീണ്ടും. ഇയങ് അവളെ വിളിച്ചെന്തോ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അധികാരം കാണിക്കാനായി ഷിയാൻ അവളുടെ കയ്യിൽ കയറി പിടിക്കുന്നു. മുമ്പ് അവൾ പറഞ്ഞ ബോയ് ഫ്രണ്ട് അവനാണെന്ന് ഇയങ്ങിനെ ഏകദേശം ഉറപ്പാക്കുന്നു. ഷുയി ഫോൺ നോക്കാനെന്ന രീതിയിൽ പതുക്കെ കൈവലിച്ചെടുക്കുന്നു. ഇയങ് ഷിയാനോടും ഫ്രണ്ട്ലിയായി സംസാരിക്കുന്നുണ്ടെങ്കിലും അവനൊട്ട് താല്പര്യമില്ലാത്ത രീതിയിലാണ് മറുപടി നൽകിയത്. ഷിയ ഒരു കോഫി വാങ്ങിക്കൊണ്ട് കുറച്ച് മാറി അത് കുടിക്കാനായിരുന്ന സമയത്താണ് യു അവിടെ വന്ന് കോഫി ഓർഡർ ചെയ്തത്. അവനെ കണ്ട് അവൾ അടുത്തേക്ക് ചെന്നപ്പോൾ അവൾക്കും കൂടി അവൻ്റെ കോഫി ഓർഡർ ചെയ്യുന്നു. ഇത്രയും കാലം അവൾ അവനെ പ്രൊഫസർ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ വിളിക്കുമ്പോൾ കുറച്ച് അകലം ഫീൽ ചെയ്യുന്നതിനാൽ പേര് വിളിച്ചോട്ടെ എന്ന് അവൾ ചോദിക്കുന്നു. അവൻ അതിനുള്ള പെർമിഷൻ നൽകുന്നു. അവളുടെയും മുഴുവൻ പേരാണ് അവൻ ഇത്രയും നാൾ വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല, ഷിയെ എന്ന് വിളിച്ചാൽ മതി എന്ന് അവൾ പറഞ്ഞപ്പോൾ അവൻ അത് സമ്മതിക്കുന്നു. ഗുവാഞ്ചി എവിടെയെന്ന് അവൾ അന്വേഷിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് വന്നെങ്കിലും ഹോട്ടലിന് മുന്നിൽ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് അവൻ ധൃതി വെച്ച് പോയതാണ്. പിന്നെ ഇതുവരെ മര്യാദയ്ക്ക് ഞാൻ അവനെ കണ്ടിട്ടില്ല, എന്തോ തിരക്കിലാണെന്ന് തോന്നുന്നു എന്നവൾ പറയുന്നു. അപ്പോഴേക്കും അവർക്കുള്ള കോഫി റെഡിയാകുന്നതിനാൽ അവർ അത് വാങ്ങിപ്പോകുന്നു. റുവ ചാനലിന് വേണ്ടിയുള്ള റിപ്പോർട്ടിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗുവാഞ്ചി അതുവഴി വരുന്നു. റിപ്പോർട്ടിംഗ് കഴിഞ്ഞപ്പോൾ തനിക്കൊപ്പം മുൻസീറ്റിൽ ഇരിക്കാൻ അവൻ അവളെ വിളിച്ചതാണ്. പക്ഷേ അവൾ അത് സ്വീകരിക്കാത്ത മീഡിയക്കാർക്ക് വേണ്ടിയുള്ള പുറകിലത്തെ സീറ്റിൽ പോയി ഇരുന്നോളാം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നു. യു ഫ്രണ്ടിലെ സീറ്റിലാണല്ലോ ഇരിക്കുന്നത്. ഷിയാൻ അവിടെ ആയിരിക്കും ഇരിക്കുന്നത് എന്നറിയാവുന്നതുകൊണ്ട് ഗുവാഞ്ചിയോട് പറഞ്ഞ് പുറകിലത്തെ സീറ്റായിരുന്നു ഷിയെ തനിക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരുന്നത്. യു അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴാണ് അവൾക്കതിൽ വിഷമം തോന്നിയത്. കോൺഫറൻസ് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഷുയി അവിടെ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നു. ചില ടെക്നിക്കൽ ടേംസൊക്കെ അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അത് ശ്രദ്ധിച്ച ഇയങ് വിശദമായി അവൾക്കത് പറഞ്ഞു കൊടുക്കുന്നു. ഇനി എന്തെങ്കിലും മനസ്സിലാക്കാനുണ്ടെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മീറ്റ് കഴിഞ്ഞാൽ അത് വിശദമായി പറഞ്ഞു തരാമെന്ന് അവൾ പറയുന്നു. ഇതൊക്കെ ശ്രദ്ധിച്ച ഷിയാനാകെ അസ്വസ്ഥനായിരിക്കുകയാണ്. ആ വാക്കുകളൊക്കെ മാനുവലിൽ വിശദമായി എഴുതിയിട്ടുണ്ട്, അത് നോക്കി മനസ്സിലാക്കാവുന്നേ ഉള്ളൂ എന്ന് അവൻ അവളോട് പറയുന്നു. ഷുയി രണ്ടുപേരുടെയും കെയറിംഗ് കാരണം ആകെ ശ്വാസം മുട്ടിയിരിക്കുകയാണ്. കുറെ കഴിഞ്ഞപ്പോൾ അവൾക്ക് വയറുവേദന തുടങ്ങുന്നു. അവളുടെ അസ്വസ്ഥത ശ്രദ്ധിച്ച ഷിയാൻ എന്താണ് പ്രശ്നമെന്ന് അന്വേഷിക്കുന്നു. നല്ല സുഖമില്ല, ഈ സെക്ഷൻ കഴിയുമ്പോൾ റൂമിലേക്ക് തിരികെ പോവുകയാണെന്ന് അവൾ അറിയിക്കുന്നു. അത് കേട്ട ഇയങ് അവളെ തിരികെ കൊണ്ടുവിടാൻ തയ്യാറാകുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും ഷിയാൻ മെസ്സേജ് അയച്ചതനുസരിച്ച് അവളെ കൂട്ടിക്കൊണ്ടു പോകാനായി ഷെൻ അവിടെ എത്തുന്നു. ഷുയുടെ നോട്ട്ബുക്കും റെക്കോർഡറും ഒക്കെ വാങ്ങിയിട്ടാണ് ഷിയാൻ അവളെ പറഞ്ഞയച്ചത്. പിന്നീടുള്ള സെഷനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൾക്ക് വേണ്ടി അവൻ നോട്ട് ചെയ്യുന്നു. ഷുയിക്ക് പീരീഡ്സ് ആവുന്നതിൻ്റെ വേദനയായിരുന്നു. മോർണിംഗ് സെക്ഷൻ കഴിഞ്ഞ് ഷിയാൻ പോകാൻ എഴുന്നേറ്റപ്പോൾ ഷുയി അവൻ്റെ ഒപ്പമാണ് വന്നത് എന്ന് ഇയങ് ചോദിക്കുന്നു. വന്നത് എൻ്റെ കൂടെയാണ്, സുഖമില്ലാത്തത് കൊണ്ട് റൂമിലേക്ക് പോയിരിക്കുകയാണ്, ഉച്ച കഴിഞ്ഞ് വരില്ല എന്നൊക്കെ ഗമിൽ പറഞ്ഞിട്ടാണ് ഷിയാൻ പോയത്. അവൻ പുറത്തേക്ക് ചെല്ലുമ്പോൾ അവളെ റൂമിൽ കൊണ്ടാക്കിയിട്ട് ഷെൻ തിരികെ എത്തുന്നു. റിസപ്ഷനിൽ നിന്ന് പെയിൻ കില്ലറും എടുത്തുകൊണ്ടാണ് അവൾ അകത്തേക്ക് പോയത് എന്ന് ഷെൻ അവനെ അറിയുന്നു. അവൾക്ക് കാര്യമായ എന്തോ പ്രശ്നമുണ്ടെന്ന് വിചാരിച്ച്
തനിക്ക് പകരം ലഞ്ച് അവൻ അറ്റൻഡ് ചെയ്യാൻ ഏർപ്പാടാക്കിയിട്ട് ഷിയാൻ അവളുടെ അടുത്തേക്ക് പോകുന്നു. അവൻ ചെല്ലുമ്പോൾ ഷുയി നല്ല ഉറക്കത്തിലാണ്. കുറെ കഴിഞ്ഞ് ഉണർന്നു നോക്കുമ്പോഴാണ് അവൻ അടുത്ത് വന്നിരിക്കുന്ന അവൾ അറിയുന്നത്. അവൾക്ക് എന്താണ് പ്രശ്നമെന്ന് അവൻ ഇതുവരെ മനസ്സിലായിട്ടില്ല. കുറേ സമയം അടുത്തിരുന്ന ആശ്വാസവാക്കുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവൾ കാര്യം പറഞ്ഞത്. ഞാൻ കൂടെ തന്നെ ഇരുന്നോളാം, ഉറങ്ങിക്കോളാൻ പറഞ്ഞ് അവൻ അവളുടെ കൂടെ തന്നെ ഇരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ അവൾ ഉറക്കം പിടിച്ചെങ്കിലും അവൻ ഉച്ച കഴിഞ്ഞുള്ള സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകാതെ അവിടെ തന്നെ ഇരിക്കുന്നു. ഒരു കോൾ വന്നാണ് അവൾ പിന്നെ ഉണർന്നത്. അവളുടെ അമ്മയാണ് വിളിച്ചത്. വീക്കെൻഡ് ആയതുകൊണ്ട് അവൾ യുവിനൊപ്പം പുറത്ത് എവിടെയെങ്കിലും പോയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. അവരുടെ സംസാരവും അവനും കേൾക്കുന്നുണ്ട്. യുവിനോട് ഒട്ടും താല്പര്യമില്ല എന്നവൾ ഇപ്പോഴും പറയുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റാരെങ്കിലും അന്വേഷിക്കട്ടെ എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ ഫോട്ടോ ഞാൻ അമ്മയ്ക്ക് അയച്ചു തന്നതല്ലേ, ബാക്കിയൊക്കെ ന്യൂ ഇയറിന് വീട്ടിൽ വരുമ്പോൾ പറയാം എന്നവൾ പറയുന്നു. കൂടുതൽ കേൾക്കാൻ നിൽക്കാതെ അമ്മ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അമ്മ നിന്നെ ഡേറ്റ് ചെയ്യാൻ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് ഷിയാൻ അവൾ ചോദിച്ചെങ്കിലും ഒരു പട്ടിയെ മേടിക്കുന്ന കാര്യമാണ് അമ്മ പറഞ്ഞത് എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുന്നു. അവൻ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കാൻ നിൽക്കുന്നില്ല. അവൻ 3 മണിക്ക് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവൾക്കറിയാം. ഇപ്പോൾ സമയം 2:30 കഴിഞ്ഞു. കൂടുതൽ താമസിക്കേണ്ടെന്ന് പറഞ്ഞ് അവനോട് പൊയ്ക്കോളാൻ അവൾ പറയുന്നു. അവൾ ഓക്കെ ആണ് എന്നൊരിക്കൽ കൂടി ഉറപ്പുവരുത്തിയിട്ടാണ് അവൻ പോയത്. അവൻ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് സുഖമില്ല എന്നറിഞ്ഞ് റുവ അവിടെ എത്തുന്നു. തൊട്ടുപുറകെ തന്നെ ഷിയാൻ അവൾക്ക് വേണ്ടി ഓർഡർ ചെയ്ത ഫുഡും എത്തുന്നുണ്ട്. കോൺഫറൻസ് അറ്റൻഡ് ചെയ്ത ലീ എന്ന പ്രൊഫസറെ കാണാനായിരുന്നു അവൻ അത്യാവശ്യമായി പോയത്. അദ്ദേഹത്തിന് തിരികെ പോകാനുള്ള ട്രെയിൻ മിസ്സാക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം പോകാൻ ധൃതി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അവൻ എത്തിയത്. അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി കാറിൽ നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവൻ അദ്ദേഹത്തെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാനായി പോകുന്നു. ഷിൻ പറഞ്ഞ് ഷിയാൻ സത്യങ്ങളെല്ലാം അറിയുന്നതിന് മുമ്പ് ഞാൻ തന്നെ അവനോടെല്ലാം തുറന്നു പറഞ്ഞാലോ. എന്തായാലും എനിക്കിപ്പോൾ അവനെ ശരിക്കും ഇഷ്ടമാണ്, അതുകൊണ്ട് അവൻ എന്നോട് ക്ഷമിക്കാൻ തയ്യാറാകുമെന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഷുയി റുവയുടെ അഭിപ്രായം ചോദിക്കുന്നു. പക്ഷേ റുവ എതിർക്കുകയാണ് ചെയ്തത്. തൽക്കാലം അവനോടൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ അവനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അവൻ ബ്രേക്കപ്പ് ആയല്ലോ, അതുകൊണ്ട് നിന്നെ പിരിയാൻ കഴിയാത്ത വിധം അവൻ ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ മാത്രം എല്ലാം പറഞ്ഞാൽ മതിയെന്ന് അവൾ ഉദ്ദേശിക്കുന്നു. ഷിയാൻ ഇൻവെസ്റ്റ് ചെയ്ത ലീലാൻഡ് കമ്പനിയിൽ നിന്ന് ബ്രൂസ് ഇയാങ്ങിന്റെ അടുത്തേക്ക് പോയത് കാരണം ഉണ്ടായ പ്രശ്നം സോൾവ് ചെയ്യാൻ കഴിയുമെന്നറിയാനാണ് അവൻ പ്രൊഫസർ ലീയുമായി മീറ്റ് ചെയ്തത്. കാറിൽ ഇരുന്നുകൊണ്ട് അവൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അദ്ദേഹം ആ ഫീൽഡിൽ വളരെയധികം അറിവും എക്സ്പീരിയൻസും ഉള്ള ആളാണ്. തന്റെ ടീമിനെയും കൂട്ടി ലീലാൻഡ് കമ്പനിയിൽ വന്ന് അവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ തയ്യാറാണ്. അതിനുശേഷം ഒരു തീരുമാനമെടുക്കാമെന്ന് അദ്ദേഹം അറിയിക്കുന്നു. അത് തന്നെ അവനെ ആശ്വാസം നൽകുന്നുണ്ട്. റുവ പോയ ശേഷം ഷുയി റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അവളുടെ സ്കൂളിലെ ഒരു സീനിയർ വിവാഹത്തിന് ക്ഷണിക്കാനായി അവളെ വിളിക്കുന്നു. അവളുടെ നാട്ടിൽ തന്നെയാണ് അയാളുടെ സ്ഥലം. ന്യൂ ഇയർ അവധിക്ക് അവിടേക്ക് പോകുന്നതിനാൽ ഉറപ്പായും ചെല്ലാം എന്നവൾ സമ്മതിക്കുന്നു. അവളും ഷിങ്ഷുമായി ഉണ്ടായിരുന്ന റിലേഷനെ കുറിച്ചൊക്കെ അവർക്കൊക്കെ അറിയാം. അവർ ബ്രേക്കപ്പ് ആയ കാര്യം പറഞ്ഞ് അവനെ വിവാഹത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. അവന് ഗേൾ ഫ്രണ്ട് കൂടെ കാണും എന്നാണ് പറഞ്ഞത്. അവർ വിവാഹത്തിന് വരുന്നത് അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് സീനിയർ ചോദിക്കുന്നു. അതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞാണ് അവൾ ഫോൺ വെച്ചത്. പക്ഷേ അവർ ഒരുമിച്ച് വരുന്ന സമയത്ത് താൻ ഒറ്റയ്ക്ക് ചെല്ലുമ്പോൾ എല്ലാവരും കൂടി തന്നെ കളിയാക്കുമല്ലോ. എന്തായാലും ഷിയാൻ കൂടെ വരാൻ സാധ്യതയില്ല. പിന്നെ എന്താണ് ഒരു സൊല്യൂഷൻ എന്നൊക്കെ ചിന്തിച്ച് അവൾ ആകെ ടെൻഷൻ ആകുന്നുണ്ട്. അന്നത്തെ കോൺഫറൻസ് കഴിഞ്ഞ് യു പോകാൻ തുടങ്ങുമ്പോഴാണ് ഷിയ എന്തൊക്കെയോ കുത്തിക്കുറിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നത് ശ്രദ്ധിച്ചത്. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് ഷിയ്ക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റായിരുന്നതുകൊണ്ട് പോയിന്റ്സ് നോട്ട് ചെയ്യാൻ അവളെ ഏൽപ്പിച്ചിരുന്നല്ലോ. കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ അവൾക്ക് മനസ്സിലായിട്ടില്ല. അതിനെക്കുറിച്ച് ആ കൺഫ്യൂഷൻ ആയിരിക്കുമ്പോഴാണ് അവൻ ചെന്നത്. അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, എല്ലാം ബ്രോഷറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞു കൊടുക്കുന്നു. അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ ഗുവാഞ്ചി വരുമെന്നറിഞ്ഞ് അവൻ പോകാൻ തുടങ്ങിയപ്പോഴാണ് ഗുവാഞ്ചി 3/4 മണിക്കൂറോളം ലേറ്റാക്കും എന്ന് അവൾക്ക് മെസ്സേജ് വന്നത്. മെസ്സേജ് അവൾ ഉറക്ക വായിക്കുന്നത് കേട്ട് കാര്യം മനസ്സിലായതോടെ യു അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഷിയാൻ കോൺഫറൻസ് കഴിഞ്ഞ് റൂമിലെത്തി ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഷുയി ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റിരുന്ന് അവന് മെസ്സേജ് അയക്കാൻ തുടങ്ങിയത്. അത്രയും സമയം കിടന്നുറങ്ങിയത് കൊണ്ട് അവൾക്ക് ഇനിയിപ്പോൾ ഉടനെ ഉറങ്ങാൻ കഴിയില്ല. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ആകെ ബോറടിക്കുന്നു എന്ന് അവൾ മെസ്സേജ് അയച്ചപ്പോൾ അവളൊരു സിനിമയ്ക്ക് കൂട്ടിക്കൊണ്ട് പോകാം, പെട്ടെന്ന് റെഡിയായി വരാൻ അവൻ പറയുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി സിനിമയ്ക്ക് പോകുന്നു. സിനിമ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഷുയി ടിക്കറ്റിൻ്റെ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു. അവൾ അച്ഛനൊപ്പമാണ് അവിടെ വന്നിരിക്കുന്നത് എന്നാണ് ഷിയ ഇപ്പോഴും വിചാരിക്കുന്നത്. അതുകൊണ്ട് പോസ്റ്റ് കൊണ്ട് ഉടനെ തന്നെ ചേച്ചി സമയത്ത് അച്ഛൻ്റെ ഒപ്പം സിനിമയ്ക്ക് വരികയാണോ, എൻ്റെ അച്ഛൻ ഇങ്ങനെ എന്നോടൊപ്പം സമയം ചെലവഴിക്കാൻ പറ്റാറില്ല, ചേച്ചി എന്തായാലും ലക്കിയാണെന്നൊക്കെ ഷിയെ അവൾക്ക് മെസ്സേജ് അയക്കുന്നു. ഈ പെണ്ണ് മൂഡ് നശിപ്പിക്കുമല്ലോ എന്ന് ഷീ മനസ്സിൽ വിചാരിക്കുന്നു. ആ സമയത്ത് ഷിയാൻ അവളുടെ പോസ്റ്റ് ലൈക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഷിയയും കാണുന്നു. മുമ്പ് അവർ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് അങ്കിൾ അവളുടെ പോസ്റ്റ് കണ്ടത് സ്വാഭാവികമായിരിക്കാം. പക്ഷേ അങ്കിൾ അങ്ങനെ ആരുടെയും പോസ്റ്റ് ലൈക്ക് ചെയ്യാറില്ലല്ലോ, അതും ഈ സമയത്ത്. ഇതങ്ങനെ സംഭവിച്ചു. ഇനി അവർ തമ്മിൽ സീക്രട്ട് റിലേഷൻഷിപ്പിലായിരിക്കുമെന്നൊക്കെ ഷിയെ ചിന്തിക്കുന്നു. അങ്കിളിനോട് അതിനെപ്പറ്റി ചോദിച്ചാലോ എന്ന് അവൾ ആദ്യം വിചാരിച്ചതാണ്. പിന്നെ കുറേ കാലം കൂടി ജീവിച്ചിരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അവളത് വേണ്ടെന്ന് വയ്ക്കുന്നു. പിന്നെയും കൂടുതൽ ചിന്തിച്ചപ്പോൾ ഇനി യുവിനൊപ്പമായിരിക്കുമോ ഷീ സിനിമയ്ക്ക് പോയത് എന്ന് അവൾക്ക് സംശയമാകുന്നു. എന്തായാലും മുറിയിൽ തന്നെ കുത്തിയിട്ട് സംശയിച്ച സമയം കളയണ്ട, നേരിട്ട് പോയി ബോധ്യപ്പെട്ട് കളയാമെന്ന് കരുതി അവൾ നേരെ യുവിൻ്റെ മുറിയുടെ മുന്നിലേക്ക് പോകുന്നു. വാതിൽ മുട്ടാനിട്ടെങ്കിലും ഈ സമയത്ത് അവനെ വിളിക്കുന്നത് ശരിയാണെന്ന് സംശയിച്ച് അവൾ ആകെ കൺഫ്യൂഷനെ അവിടെ ചുറ്റി തിരിയാൻ തുടങ്ങുന്നു. CCTVയിലൂടെ ശ്രദ്ധിച്ച റിസപ്ഷനിലെ സ്റ്റാഫ് ആരോ ഒരാൾ അവൻ്റെ മുറിക്ക് മുന്നിൽ ചുറ്റിത്തിരിയുന്നുണ്ട് എന്ന വിവരം അവനെ അറിയിക്കുന്നു. ഡോറിൻ്റെ ഹോളിലൂടെ നോക്കി അവൻ അവളെ കണ്ട് വാതിൽ തുറക്കാൻ ഒരുങ്ങിയതാണ്. ആ സമയത്താണ് ഓപ്പോസിറ്റ് റൂമിലുണ്ടായിരുന്ന ഗുവാഞ്ചി ഇതേപോലെ തന്നെ റിസപ്ഷനിൽ നിന്ന് വിവരം കിട്ടിയിട്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ഇപ്പോൾ തന്നെ അവർ തമ്മിൽ എന്തെങ്കിലും റിലേഷനിലുണ്ടോ എന്ന് യുവിന് ചെറിയ സംശയമുണ്ട്. അതുകൊണ്ട് അവൻ ഡോർ തുറക്കാതെ തന്നെ തിരികെ പോകുന്നു. ഗുവാഞ്ചി പുറത്തെവിടെ പോകാൻ റെഡിയായി നിൽക്കുകയായിരുന്നു. അവൾ എന്താണ് അവിടെ ചുറ്റിത്തിരിയെന്ന് ചോദിച്ചെങ്കിലും അവൾ വ്യക്തമായി ഒന്നും പറയുന്നില്ല. വെറുതെ കറങ്ങി നടക്കാതെ റൂമിലേക്ക് പോകാൻ പറഞ്ഞിട്ട് അവൻ വാതിലടച്ച് പുറത്തേക്ക് പോകുന്നു. റുവയുടെ അടുത്തേക്കാണ് അവൻ പോയത്. അവളോട് സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് അവൻ പറയുന്നു. ഷിയാനും ഷിയും കൂടി കാണാൻ പോയ സിനിമ ശരിക്കും ബോറായിരുന്നു. പകുതി കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും ഇറങ്ങിപ്പോകുന്നു. പക്ഷേ അവൻ മാത്രം വളരെ സീരിയസ് ആയി അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൾക്കും എഴുന്നേറ്റ് പോകണമെന്നുണ്ടെങ്കിലും അവൻ ആസ്വദിച്ചിരിക്കുന്ന കണ്ടപ്പോൾ ശല്യപ്പെടുത്താൻ തോന്നിയില്ല. ഗുവാഞ്ചി റുവയെ ഡിന്നർ കഴിക്കാൻ കൂട്ടിക്കൊണ്ട് പോയിരുന്നു. അവൾ കുറച്ച് നാളായി അവനെ വല്ലാതെ അവോയ്ഡ് ചെയ്യുകയാണല്ലോ. അത് വല്ലാതെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. അവളോട് ശരിക്കും ഫീലിംഗ്സ് ഉണ്ട്. പക്ഷേ പിന്നീടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കുറച്ചുകൂടി സമയം നൽകണം. അതുവരെ അവോയ്ഡ് ചെയ്തരുത് എന്നവൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അവൾ അതിന് ഓക്കെ പറയുന്നു. സിനിമ കഴിഞ്ഞ് മടങ്ങുമ്പോൾ വണ്ടിയിൽ നിന്ന് സിനിമ ഇഷ്ടപ്പെട്ടോ എന്ന് ഷീ അവനോട് ചോദിക്കുന്നു. കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്
അവൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് അവൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ക്ലൈമാക്സിനെ കുറിച്ച് അവൾ പറയുന്നു. പക്ഷേ അവൾ പറഞ്ഞതുപോലെ അല്ല എന്ന് അവൻ തിരുത്തിയപ്പോൾ വെറുതെ വടി കൊടുത്ത് അടി വാങ്ങേണ്ടിയിരുന്നില്ല എന്ന് അവൾക്ക് തോന്നുന്നുണ്ട്. അവർ ഹോട്ടലിലെത്തി റൂമിലേക്ക് നടക്കുമ്പോഴാണ് ഗുവാഞ്ചിയും റോയും മറ്റൊരു ഭാഗത്തുകൂടി പോകുന്നുണ്ട്. ഷിയാൻ ആ സമയത്ത് അവളുടെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. അവരെ കണ്ടുടൻ ഷീ അവൻ്റെ കൈ വിടുവിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ സമ്മതിക്കുന്നില്ല. അവർ കാണാതെ ഒഴിഞ്ഞു പോകാൻ അവൾ ശ്രമിച്ചെങ്കിലും റുവോ അവളെ കണ്ട് ഉറക്കെ വിളിക്കുന്നു. പെട്ടെന്ന് തന്നെ ഷീ അവൻ്റെ കയ്യിൽ നിന്ന് കൈ വിടുവിച്ചെടുക്കുന്നുണ്ട്. അത് അവനെ ശരിക്കും ദേഷ്യം പിടിപ്പിക്കുന്നു. അവർ അടുത്തേക്ക് വന്നപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ഉടപ്പോയതാണെന്ന് ചോദിച്ചെങ്കിലും അവിടെ വെച്ച് കണ്ടതാണെന്ന് അവൾ കള്ളം പറയുന്നു. അതും അവനെ ദേഷ്യം പിടിപ്പിക്കുന്നു. ഗുവാഞ്ചിക്കൊപ്പം ഡിന്നർ കഴിച്ച് വരികയാണ് എന്ന് അവരോട് പറയാൻ റുവോയ്ക്കും താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവളും അവനെ അവിടെ വെച്ച് മീറ്റ് ചെയ്തതാണ് എന്ന് കള്ളം പറയുന്നു. ഗുവാഞ്ചിക്ക് സിറ്റുവേഷൻ ഏകദേശം മനസ്സിലാകുന്നതിനാൽ കൂടുതൽ സമയം അവിടെ നിൽക്കാതെ ഷിയാനെയും കൂട്ടി റൂമിലേക്ക് പോകുന്നിടയിൽ ഷിയാൻ തിരിഞ്ഞ് അവളെ നോക്കുന്നുണ്ട്. അവൻ്റെ നോട്ടം കണ്ട് അവനാകെ കലിപ്പാണോ എന്ന് ചിന്തിച്ച് ഷുയി പേടിച്ച് നിൽക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.